അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറ്റവും സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും പലപ്പോഴും യാത്ര ചെയ്തുകൊണ്ട് വരുന്നവരാണ്. യാത്ര ചെയ്യുമ്പോൾ പല സിറ്റികളിലൊക്കെ ടൗണിലൊക്കെ നമ്മൾ പോയി നിസ്കരിക്കാറുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് ചില പള്ളികളിൽ പോയാൽ മഗ്‌രിബിനോ അല്ലെങ്കിൽ ഇശാനോ പള്ളിക്കെത്തിയാൽ ഈ എത്തുന്ന ആളുകൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാകാം. ടൗണിലൊക്കെ നിസ്കരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ. ടൗണിൽ നിസ്കരിക്കുന്ന ആളുകൾ കൂടുതൽ ആളുകൾക്ക് തിരക്കുള്ള ആളുകൾ ഉണ്ടാകും. അല്ലെങ്കിൽ ബിസിനസ് നടത്തുന്ന അവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. ആ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമ്പോൾ നാം ടൗണിലൊക്കെ നിസ്കരിക്കുന്ന ഇമാമത്തുകൾ നിൽക്കുന്ന ഇമാമികൾ നിസ്കാരത്തെ നീട്ടുന്നതിന്റെ വിധി എന്താണ്? നിസ്കാരം കുറെ ലേറ്റാക്കിക്കൊണ്ട് നിസ്കരിക്കുന്നതിന്റെ മഹത്വം എന്ത്? അതറിയണം. ഒരിക്കലും ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദന്മാർ, ടൗൺ പള്ളിയിൽ നിൽക്കുന്ന ഉസ്താദന്മാർ പ്രത്യേകിച്ചിട്ട് അവർ നിസ്കരിക്കുമ്പോൾ ചില സമയങ്ങൾ പ്രത്യേകമായി സൂറത്ത് ഓതുമ്പോൾ ആ ചില സൂറത്തുകളിൽ പ്രത്യേകമായ സുന്നത്തുള്ള ദിവസങ്ങളുണ്ട്. വെള്ളിയാഴ്ച രാവ് മഗ്‌രിബിനിക്ക് സൂറത്തുൽ കാഫിറൂനെയും ഖുൽ ഹുവല്ലാഹു ഓതൽ സുന്നത്തുണ്ട്. അതുപോലെ സബ്ബിഹിസ്മ, അതുപോലെ സൂറത്തുൽ ജുമുഅ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ വാരിദായ ഓതേണ്ട സ്വബീക്കുമൊക്കെ ഓതേണ്ടത് അല്ലാത്ത മറ്റുള്ള സമയങ്ങളൊക്കെയും നീർപ്പിച്ചിട്ടുള്ള വലിയ സൂറത്തൊക്കെ ഓതി പിന്നിൽ നിൽക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്ന ഇബ്നു ഹജറിനെ പോലത്തെ മഹാന്മാരൊക്കെ പറഞ്ഞു, നിസ്കരിക്കുന്ന ആളുകൾ അവരെന്താണ് കിസാറായിക്കൊണ്ട് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒല്ലുഹ സൂറത്ത് മുതൽ ഖുൽ ബിന്നാസ് വരെയുള്ള സൂറത്ത് ഇടയ്ക്കുള്ള ചെറിയ സൂറത്തുകളാണ് ഓതേണ്ടത്. എന്താ കാരണം? നിങ്ങൾ വലിയ സൂറത്ത് ഓതുമ്പോൾ ചിലപ്പോൾ പിന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ അവർക്ക് വാഹനത്തിൽ പോകേണ്ടവരായിരിക്കും. അപ്പൊ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഓടി വരികയാണ്. അപ്പൊ ഈ ജമാഅത്ത് വന്നപ്പോൾ തന്നെ നീട്ടി നിങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകും. അവർക്ക് വണ്ടി കിട്ടൂല, ജോലി ചെയ്യുമ്പോൾ ബിസിനസ്സുകാർക്ക് അവിടെ ബുദ്ധിമുട്ടാകുന്നു. ഇങ്ങനെ തുടങ്ങി വരുന്ന പല കാര്യങ്ങളിലും ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് നിങ്ങൾ ചെറിയ ചെറിയ സൂറത്ത് ഓതണം എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഇമാം നിൽക്കുന്ന ടൗൺ പള്ളിയിലൊക്കെ വലിയ സിറ്റിയിലൊക്കെ നിൽക്കുന്ന ഇമാമികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇമാം നിൽക്കുന്ന ആളുകൾ നമ്മൾ വലിയ സൂറത്തൊക്കെ ഓതാൻ അറിയുമെങ്കിലും അവിടെ ഓതേണ്ടത് ഒല്ലുഹ മുതൽ നാസ് വരെയുള്ള സൂറത്തിന്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും സൂറത്ത് ഓതി പെട്ടെന്നാണ് നമ്മൾ നിസ്കാരത്തെ എന്താക്കണം. അതായത് പെട്ടെന്ന് പറഞ്ഞാൽ തുമ്മനീത്തില്ലാതെ നിസ്കാരമല്ല കേട്ടോ, തുമ്മനി നിസ്കാരത്തിന്റെ ഫർളാണ്, അത് വേണം. അതല്ലാത്ത അങ്ങനെയല്ല നിസ്കാരം ഒരു ഒരു വിഷമം ഉണ്ടാക്കുന്ന പ്രയാസപ്പെടുത്തുന്നതിലേക്കുള്ള സ്ലോ ആയിക്കൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഒരു ഇല്ലാത്തൊരു സ്ലോ പോന്നെ, അതൊക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടാകും. അപ്പൊ നിൽക്കുന്ന ഇമാമികൾ എങ്ങനെയാണ് ഇമാമത്ത് വെക്കേണ്ടതൊക്കെ മനസ്സിലാക്കണം. ടൗൺ നിൽക്കുന്ന ആളുകൾ നിങ്ങൾ ചെറിയ ചെറിയ സൂറത്ത് ഓതണം. ഇനി വലിയ സൂറത്ത് ഓതിയിട്ട് പ്രയാസപ്പെടുത്തുവാണെങ്കിലോ അത് കറാത്താണ്, അത് കറാഹത്താണ് എന്ന് ഇബ്നു ഹജറുല്ലാഹു അൻഹു തന്നെ പറയുന്നുണ്ട്. ഇരിക്കട്ടെ. അപ്പൊ ലം അഖിഫ് ഫീ കുതുബിൽ ഹദീസി വൽ ഫിഖി വതസവ്വുഫി അലാ നദി വസുൽ മഖ്സൂസി ഫീ സലാത്തുൽ ഖംസി. അതുപോലെ 5 നിസ്കാരത്തിൽ പ്രത്യേകമായ സമയങ്ങളല്ലാത്ത സമയത്ത് നിങ്ങൾ ദീർഘിപ്പിച്ച സൂറത്ത് ഓതാൻ പാടില്ല എന്നാണ് മഹാന്മാർ. അങ്ങനെ ഈ കിതാബിൽ എവിടെയും ഹദീസിലോ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരോ വലിയ സൂറത്ത് ഓതണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഏത് നിസ്കാരത്തിൽ ഇന്ന സൂറത്ത് ഓതണോ അതും പറഞ്ഞിട്ടില്ല. മഗ്‌രിബിലായാലും സുബ്ഹിക്കായാലും ഇന്ന സൂറത്ത് തന്നെ ഓതണം. പക്ഷെ വാരിദായ സമയത്തുണ്ട്, വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ സുബ്ഹി, അവിടെയൊക്കെ ഉണ്ട് സൂറത്തുൽ ജുമുഅ, സബ്ബിഹിസ്മൊക്കെ ഓതണം. അതല്ലാത്ത മറ്റുള്ള സമയത്ത് ഇന്ന സൂറത്തെ ഓതാൻ പാടുള്ളൂ എന്ന് പറയലേ. പറയുന്ന മുഴുവൻ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു നിങ്ങൾ ചെറിയ സൂറത്ത് ഒല്ലുഹ മുതൽ അന്നാസ് വരെയുള്ള സൂറത്താണ് ഓതേണ്ടത്. അത് ഓതുമ്പോൾ നല്ല മട്ടത്തിൽ നല്ല രാഗത്തിലൊക്കെ ഓതണമെന്നാണ്. അതായത് പഴയ കാലത്തെ പോലത്തെ അല്ല, തറാപറ അല്ല ഓതേണ്ടത്, നല്ല രീതി ആയിരിക്കണം. ഓത്തുകാർ ഇമാമത്ത് വെക്കുന്ന ആള് ഓത്ത് ശൈലിയൊക്കെ നല്ല ഭംഗിയുള്ളതാവണം, നല്ല ഭംഗിയുള്ള മഖ്റജ് അനുസരിച്ചിട്ടുള്ള ഓത്താവണം. അപ്പോഴാണ് നിസ്കരിക്കുന്ന വേക്കിലിരിക്കുന്ന ഒരു സന്തോഷം ഉണ്ടാകുക. പിന്നെ ടൗണില്ലാത്ത സാധാരണ ഗ്രാമങ്ങളിൽ നിസ്കരിക്കുന്ന പള്ളികൾ ഉണ്ടാകും. ആ പള്ളിയിൽ ചിലപ്പോൾ 10 ആളുകളോ അല്ലെങ്കിൽ 5 ആളുകളോ മാത്രമേ സ്ഥിരമായി വരുന്നുള്ളൂ. അവിടെയാണെങ്കിൽ അവരുടെ തൃപ്തി മറുതി ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് നീട്ടുന്നുണ്ട്, വിരോധമില്ല. അവർക്കും തൃപ്തി ഇല്ലെങ്കിൽ നീട്ടാനും പാടില്ല. അത് എല്ലായിടത്തും ബാധകമാണ്. അപ്പോ
ചെറിയ ചെറിയ ഗ്രാമത്തിൽ നിസ്കരിക്കുന്ന പള്ളിയാണെങ്കിൽ അവിടെ അവർക്ക് മറുതിയാണ്. അവർ പറയും ഉസ്താദെ ചെറിയ സ്ഥലത്തിൽ വലിയ വലിയ സൂറത്ത് ഓതു ഉസ്താദെ എന്ന് എല്ലാ ആളുകൾക്കും തൃപ്തിയാണെങ്കിൽ ഓദിക്കോ വിരോധമില്ല. അല്ലാതെ പക്ഷം ഓതിയിട്ട് ആ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടാകും, അവർക്ക് പ്രയാസമുണ്ട്, അവർക്ക് തന്നെ മനസ്സിൽ വല്ലാത്ത വിഷമാണെന്ന് തോന്നിയാൽ എവിടെയും ഈ വിഷയത്തിൽ കറാത്ത് എന്നതിൽ പണ്ഡിതന്മാർക്ക് രണ്ടഭിപ്രായമില്ല. അതുകൊണ്ട് ധർമ്മശാസ്ത്ര പണ്ഡിതന്മാർ തന്നെയാണല്ലോ പറയുന്നത് ഇബ്രാഹിം പോലത്തെ. അതുപോലെ ബിഹിയലൊക്കെ ഇത് വളരെ വ്യക്തമായി തന്നെ ഇതിന്റെ വിശദീകരണങ്ങൾ ബിഹിയലും പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഷർത്ത് പറഞ്ഞല്ലോ. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പറയപ്പെട്ട കിസാർ എന്ന് പറഞ്ഞത് ഇബ്രാഹിം പറയാണ്, അത് ഒരുപാട് പറയാനുണ്ട്. അതിലേക്കടക്കല്ല. ചുരുക്കി പറഞ്ഞാൽ ഒന്നുഹ മുതൽ ചെറിയ സൂറത്ത് നാസ് വരെയുള്ള സൂറത്താണ് ടൗൺ പള്ളി നിസ്കരിക്കുന്ന ആളൊക്കെ ഓതേണ്ടത്. അതൊക്കെ നല്ല മട്ടത്തിൽ നല്ല രീതിയിൽ നല്ല മഹർജനുസരിച്ച് നല്ല ചന്തത്തോതിയാൽ വലിയ സൂറത്ത് ഓതുമ്പോൾ തന്നെ കേൾക്കാൻ രസം ഉണ്ടാകും. ആ നിലക്ക് ഓതണം. അല്ലാഹു തആല നല്ല നിലക്ക് ഇമാമത്തിക്കുന്ന ആളുകളൊക്കെയും നല്ല സൗണ്ടും നല്ല ഇതും അള്ളാഹു കൊടുക്കുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും അള്ളാഹു കൊടുക്കുമാറാവട്ടെ. അതുകൊണ്ട് നിസ്കരിക്കുന്ന ആളുകൾ ടൗണിലൊക്കെ നിസ്കരിക്കുന്നതും അല്ലാത്ത സ്ഥലത്തൊക്കെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെട്ട ചെറിയ ചെറിയ സൂറത്ത് ഓതണം. ഇന്ന സൂറത്തെ നിസ്കാരത്തിൽ ഓതണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് വാരിതായത് ഈ പറയപ്പെട്ട സമയങ്ങൾ മാത്രം. വെള്ളിയാഴ്ച രാവ്, അതുപോലെ തന്നെ സൊബി, അതിന്റെ മഗ്‌രിബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത സമയത്ത് ഇന്നലെ ഓതാൻ പാടുള്ളൂ എവിടെയും പറഞ്ഞിട്ട് കാണുന്നില്ല, എവിടെയും ഹദീസിലും കാണുന്നില്ല. അതുകൊണ്ട് അത് സഹാബത്തിന്റെ അടുക്കലേക്ക് ഒരു സഹാബി പോയി പറഞ്ഞ ചരിത്രവുമുണ്ട്. സഹാബത്ത് പോയി ചോദിച്ചു, നബിയെ ഇന്ന ആൾ നിസ്കരിക്കുമ്പോൾ വല്ലാത്ത പ്രയാസപ്പെടുത്തുന്നുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളത് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, പിന്നിൽക്കുന്ന ആളുകളെ ബുദ്ധിമുട്ടാക്കുന്ന നിലക്കുള്ള സൂറത്ത് ഓതാൻ പാടില്ല എന്ന് ഹദീസിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ ചുരുക്കി പറഞ്ഞ റസൂലുള്ളാഹിക്ക് തന്നെ ഈ എന്താണ് ഈ വിഷയങ്ങൾ, ഈ ഇസ്കാലുകൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ റസൂലുള്ളാഹിക്ക് തന്നെ അവിടെ നിസ്കരിക്കുന്ന സഹാബത്ത് നിന്ന് ഉണ്ടായപ്പോൾ പോയിട്ട് അവലാതി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടി റസൂൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞ ഒരാളെ ബുദ്ധിമുട്ടിക്കാത്ത നിലക്കുള്ള അരിക്കണം നിസ്കാരം എന്ന് മാത്രം. അതുപോലെ ദുആരക്കുന്നതും അങ്ങനെ തന്നെയാണ്. നിസ്കാരത്തിന് ശേഷമുള്ള ദുആ നീട്ടി കുറെ ദ്വാരക്കുന്നതും പാടില്ല. അതൊക്കെ അതിൻ്റെതായ അനുസരിഞ്ഞ് കുറച്ച് ദ്വാരം മതി. കാരണം മറ്റുള്ള സമയത്ത് അവർ ദ്വാരം കഴിഞ്ഞാൽ കൂട്ടം പ്രാർത്ഥന കഴിഞ്ഞാൽ പിന്നെ അവർ സ്വന്തമായി അവർ വേണ്ടതൊക്കെ അവർ ദ്വാരുന്നോളൂ. അല്ലാതെ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ എവിടെയും പാടില്ല എന്നതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ നമ്മളൊക്കെ പഠിപ്പിച്ചത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, പഠിക്കുക, നിങ്ങൾ എല്ലാത്തിലേക്ക് എത്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.